തികച്ചും അസംഭവ്യമെന്നും അസാധ്യമെന്നും അസാധാരണമെന്നും വിശേഷിപ്പിക്കാം കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകൾ സമ്മാനിച്ച ചിത്രം വലിയ താൽപര്യത്തോടെയും കരുതലോടെയും വാത്സല്യത്തോടെയും സ്വീകരിച്ചുകൊണ്ട് ആ വലിയ ഇടയൻ നടത്തിയ കൂടിക്കാഴ്ച. അകാലത്തിൽ വിട പറഞ്ഞ തലശ്ശേരി അതിരൂപതയിലെ യുവവൈദികനായിരുന്ന ഫാദർ മനോജ് ഒറ്റപ്ലാക്കൽ വരച്ച തിരുഹൃദയ ചിത്രം സ്വീകരിക്കാൻ വലിയ ആവേശം പ്രകടിപ്പിച്ച പാപ്പ ചിത്രവുമായി റോമിലെത്തിയ സിസ്റ്റർ ട്രീസ പാലക്കൽ SH, സിസ്റ്റർ റോസ്മിൻ തടത്തിൽ SH, മിസ്റ്റർ ടോമി കളത്തൂർ എന്നിവരെ ആദരവോടെ സ്വീകരിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. 2 മിനിറ്റ് മാത്രമാണ് അനുവദിക്കപ്പെട്ടിരുന്നത് എങ്കിലും പ്രോട്ടോകോളുകൾ മറന്ന് കേരളത്തിൽ നിന്നുള്ള സംഘത്തിനൊപ്പം പാപ്പ 20 മിനിറ്റോളം സമയമാണ് ചെലവിട്ടത്. അവിസ്മരണീയമായ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ സംഭവവും ഏറെ പ്രസക്തി ഉള്ളതാണ്. ജർമ്മനിയിലേക്കും റോമിലേക്കും സന്ദർശനത്തിന് പോകുമ്പോൾ മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കാൻ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഒരു പെയിന്റിംഗ് നൽകണമെന്ന ആഗ്രഹം തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ തലശ്ശേരി സെയിന്റ് ജോസഫ്സ് പ്രൊവിൻഷ്യൽ ഡോക്ടർ സിസ്റ്റർ ട്രീസ പാലക്കൽ ഫാദർ മനോജിനെ അറിയിച്ചിരുന്നു. തലശ്ശേരി മൈനർ സെമിനാരിയിൽ സേവനം ചെയ്തിരുന്ന ഫാദർ മനോജിനെ സന്ദർശിച്ച് ചിത്രത്തെ സംബന്ധിച്ച് ചർച്ചയും നടത്തി. യേശുവിന്റെ തിരുഹൃദയത്തോട് ചേർന്നുള്ള വിശ്വാസവും അവിടുത്തെ അളവറ്റ കാരുണ്യവും കാൽവരിയിൽ അർപ്പിക്കപ്പെട്ട രക്ഷാബലിയുമൊക്കെ ഫാദർ മനോജുമായി നടത്തിയ ആത്മീയ സംഭാഷണത്തിൽ ചർച്ചാവിഷയമായി. ചിത്രം പൂർത്തിയായാൽ സെമിനാരിയിലെത്തി വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും തൊണ്ടിയിലുള്ള പ്രൊവിൻഷ്യൽ ഹൗസിൽ ചിത്രം എത്തിച്ചു തരാമെന്ന സ്നേഹപൂർവമായ മറുപടിയാണ് ഫാദർ മനോജ് നൽകിയത്. ജർമ്മനിയിലേക്ക് സിസ്റ്റർ നിശ്ചയിച്ചിരുന്ന യാത്രയ്ക്ക് മുന്നോടിയായി കഴിഞ്ഞ മെയ് ആദ്യവാരം തന്നെ ചിത്രം പൂർത്തിയാക്കി മനോജച്ചൻ തൊണ്ടിയിലെ മഠത്തിലെത്തി. മാർപ്പാപ്പയ്ക്ക് ചിത്രം സമ്മാനിക്കുമ്പോൾ അതിലെ ഓരോ അടയാളങ്ങളെയും സംബന്ധിച്ച് പരിശുദ്ധ പിതാവിനോട് പറഞ്ഞുകൊടുക്കാൻ വിധം വിശദീകരണവും നൽകുകയുണ്ടായി. ഔദ്യോഗിക സന്ദർശനവേളയിൽ ഇതിനുള്ള സമയമൊന്നും ഉണ്ടാകില്ലെന്നും ഇത്രയും വിശദീകരണങ്ങൾ നൽകണമെങ്കിൽ മനോജച്ചൻ നേരിട്ട് പോകേണ്ടിവരുമെന്നും തമാശ രൂപേണ സിസ്റ്റർ മറുപടി നൽകി. സിസ്റ്റർ ട്രീസ ചിത്രം പാപ്പയ്ക്ക് സമ്മാനിക്കുന്ന വേളയിൽ താൻ അവിടെ സന്നിഹിതനായിരിക്കും എന്നായിരുന്നു അച്ഛന്റെ പ്രതികരണം. മെയ് 7 സിസ്റ്റർ ട്രീസ ജർമ്മനിയിലേക്ക് പുറപ്പെട്ടു. സിസ്റ്റർ ജർമ്മനിയിലെത്തിയതിന് പിന്നാലെ മെയ് 29 പുലർച്ചെയാണ് മനോജച്ചനെ അടുത്തറിയാവുന്ന എല്ലാവർക്കും തീരാ നൊമ്പരമായി അദ്ദേഹത്തിന്റെ അകാല വിയോഗത്തിന്റെ വാർത്ത പുറത്തുവന്നത്. ദുഃഖഭാരത്തിലായ സിസ്റ്റർ ട്രീസയ്ക്ക് റോമിൽ വെച്ച് പാപ്പയെ കാണാനായെങ്കിലും ചിത്രം കൈമാറാൻ ആദ്യ സന്ദർശനത്തിൽ അവസരം ലഭിച്ചില്ല. എങ്ങനെയും ചിത്രം പാപ്പയ്ക്ക് സമ്മാനിക്കണമെന്ന ആഗ്രഹത്തോടെ തിരുഹൃദയ പ്രാർത്ഥനകൾ നടത്തുകയും മനോജച്ചന്റെ ആത്മീയ വിശുദ്ധിക്ക് മുന്നിൽ യേശുവിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്തു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് വന്നപ്പോൾ പ്രത്യേക ആവശ്യങ്ങൾ ഉൾച്ചേർത്ത് ഒരു കത്ത് സെക്രട്ടറി മുഖേന പാപ്പയ്ക്ക് സമർപ്പിക്കുകയും ഒടുവിൽ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കുകയും ആയിരുന്നു. ഓഗസ്റ്റ് 1 ഉച്ചകഴിഞ്ഞ് പാപ്പയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. തുടർന്ന് നടന്ന ഹൃദ്യമായ കൂടിക്കാഴ്ചയിൽ മനോജച്ചൻ വരച്ച ചിത്രം കാണുക മാത്രമല്ല, സന്യാസിനിമാർ വിവരിച്ച അതിന്റെ അർത്ഥസൂചനകൾ പാപ്പ വിസ്മയത്തോടെ ഉൾക്കൊള്ളുകയും ചെയ്തു. തന്നെയുമല്ല, പ്രസ്തുത ചിത്രം വെഞ്ചരിച്ച് നൽകുകയും അതിന്റെ കോപ്പി സ്വീകരിക്കുകയും ചെയ്തു. സ്വകാര്യ സന്ദർശനങ്ങളിൽ പതിവില്ലാത്ത വിധം അവർക്കൊപ്പം ഫോട്ടോയെടുക്കാനും പാപ്പ സന്നദ്ധത കാണിച്ചു. കൂടാതെ തിരുഹൃദയ സന്യാസിനി സമൂഹം നടത്തുന്ന തിരുഹൃദയ സംസ്കാരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പാപ്പ അഭിനന്ദനക്കുറിപ്പിൽ ഒപ്പുവെച്ചത് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന് വലിയ പ്രോത്സാഹനത്തിന്റെയും അംഗീകാരത്തിന്റെയും കയ്യൊപ്പ് ചാർത്തിയ അനിതര സാധാരണ നടപടിയായി മാറുകയും ചെയ്തു. മാത്രവുമല്ല, സന്യാസിനികൾ കൊണ്ടുപോയ ഭക്തസാധനങ്ങളെല്ലാം പാപ്പ ആശീർവദിക്കുകയും അവർ സമ്മാനിച്ചവ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. ദൈവിക ഇടപെടലിൽ മനോജച്ചന്റെ തീവ്രമായ ആഗ്രഹം അങ്ങനെ അത്ഭുതകരമായി സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. ഒരു വൈദികൻ വരച്ച ചിത്രം നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുകയും അകാലത്തിൽ നിത്യത പുൽകിയ വൈദികനെ ആദരിക്കുകയും വഴി വൈദിക സമൂഹത്തെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന പിതൃവാത്സല്യം പ്രകടിപ്പിച്ച മഹനീയ പ്രവൃത്തിയായാണ് പാപ്പയുടെ ഹൃദ്യമായ ഈ കൂടിക്കാഴ്ച വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ലോക യുവജനദിന സംഗമവും മറ്റു പേപ്പൽ സന്ദർശന പരിപാടികളുമൊക്കെയായി തിരക്കേറിയ സാഹചര്യങ്ങൾക്കിടയിൽ സന്യാസിനികളുടെ ആഗ്രഹം കണക്കിലെടുത്ത് വലിയ ഇടയൻ നീക്കിവെച്ച സമയവും ചെലവഴിച്ച നിമിഷങ്ങളും
പ്രകടിപ്പിച്ച ഉത്സാഹവും മുഴുവൻ സന്യാസിനി സമൂഹങ്ങൾക്കും വലിയ പ്രോത്സാഹനവും അവരുടെ സമർപ്പിത ജീവിതത്തിനുള്ള സഭയുടെ അംഗീകാരവുമായി മാറിയിരിക്കുകയാണ്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.